അപ്പൊ നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളും നോക്കാമെങ്കിൽ പഴയ ആൾട്ടോയേക്കാൾ നല്ല വലിപ്പത്തിലുള്ള ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. 200 അപ്പൊ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഇതില് LX വേരിയന്റ് വരുവാണെങ്കിൽ സ്പേസ് കാണാം, നല്ല അത്യാവശ്യം നല്ല സ്പേസ് ആണ്. കാരണം നമുക്ക് നല്ല ഹെഡ് റൂമും കാണാം. ഹലോ മച്ചാന്മാരെ, അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരുതിയുടെ ഒരു ഷോറൂം കാണാം. ഇൻഡസ് മോട്ടേഴ്സിൽ കോന്നി ഷോറൂമിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഏറ്റവും പുതിയ മോഡൽ ആൾട്ടോ K10 പരിചയപ്പെടുത്താനാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ വണ്ടിയുടെ ഡിസൈനും കാര്യങ്ങളും സ്പെക്കും കാര്യങ്ങളും ഒക്കെ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ ഡിസൈനിലേക്ക് ഒന്ന് കിടക്കാം. ഫ്രണ്ട് നോക്കാമെങ്കിൽ നമുക്ക് നോർമൽ പഴയ നമ്മൾ വന്നുകൊണ്ടിരുന്ന ആൾട്ടോയിൽ നല്ലൊരു വ്യത്യസ്ത ഡിസൈനാണ് വന്നത്. പുതിയ ഒരു ഡിസൈൻ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം നമുക്ക് ഫ്രണ്ടിൽ കാണുമ്പോൾ തന്നെ ഒരു വലിയൊരു ഗ്രില്ല് കാണാം ബ്ലാക്ക് കളറിൽ. അതുപോലെ തന്നെ നമുക്കൊരു സുസുക്കിയുടെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് എല്ലാം സെയിം ഒരു യൂണിറ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതും എല്ലാം ഹാലജൻ ബൾബോട് കൂടിയ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് LED കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ അതുപോലെ DLR കാര്യങ്ങളോ ഒന്നും കാണാനും സാധിക്കുന്നില്ല. പിന്നെ നമുക്ക് ഈ ഫ്രണ്ട് ഡിസൈൻ കാണുമ്പോൾ ചില പഴയ മാരുതിയുടെ വണ്ടിയുമായിട്ട് സാമ്യം തോന്നും. അത് ഈ ബോണറ്റും ഈ ഭാഗമൊക്കെ ആയിട്ട് നമുക്ക് A-സ്റ്റാറിൻ്റെ ഒരു ചെറിയൊരു സാമ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ഒരു പുതുമയുള്ളൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല വലുപ്പവും കാര്യങ്ങളും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പഴയ ആൾട്ടോയിൽ നിന്നും അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് പുതിയ ആൾട്ടോ ഇറക്കിയിരിക്കുന്നത്. മോഗിലാമിൻ്റെ പ്ലേസ് ഒന്നും കൊടുത്തിട്ടില്ല. കാരണം ഇതിൻ്റെ അത് അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പോലും സാധിക്കുന്ന ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടില്ല. അത് ഒരു വേരിയന്റിലും കൊടുത്തിട്ടില്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ സൈഡ് ഡിസൈൻ കാണാൻ സാധിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തേക്കുന്ന ഒരു മിററാണ്. അത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു 13 ഇഞ്ച് വീൽ സൈസാണ് വരുന്നത്. അതുപോലെ തന്നെ സൈഡിൽ ചെറിയൊരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുമുണ്ട്. ബോഡി കളറോട് കൂടി ഒരു ഡോർ ഹാൻഡിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ലോക്കിംഗ് ഹോളൊക്കെ കൊടുത്തിട്ടുമുണ്ട്. നമുക്ക് A പില്ലർ, അതുപോലെ B പില്ലർ, C പില്ലർ എല്ലാം സെയിം കളറിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡിങ് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു ഗ്ലാസും കാര്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു പുതിയ സെലേരിയുടെയൊക്കെ ഒരു ഡിസൈനുമായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് ബാക്ക് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഈ ടെയിൽ ലാമ്പ് യൂണിറ്റും അതുപോലെ തന്നെ ബാക്ക് ഡിസൈനും നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അതുപോലെയാണ്. എങ്കിലും ഒരു വ്യത്യസ്തമായൊരു രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഇൻഡിക്കേറ്റർ, അതുപോലെ ബ്രേക്ക് ലൈറ്റ്. നമുക്ക് ഇവിടെ ബാക്കിൽ റിവേഴ്സ് ലൈറ്റ് കൊടുത്തിട്ടില്ല. റിവേഴ്സ് ലൈറ്റ് കൊടുത്തേക്കുന്നത് പറഞ്ഞാൽ ഇവിടെ മാത്രമേ ഉള്ളൂ. അതിനുള്ള ഒരു ബൾബും കാര്യങ്ങളും റിവേഴ്സ് ലൈറ്റിന് കൊടുത്തിട്ടുള്ളൂ. അതൊരു പുതുമയായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ അതൊരു സുസുക്കിയുടെ എംബ്ലം കാണാം ബാക്കി. അതുപോലെ തന്നെ ആൾട്ടോ K10 എന്നുള്ളൊരു ബാഡ്ജിങ്ങും കാണാൻ സാധിക്കുന്നുണ്ട്. സെൻസറും കാര്യങ്ങളുമാണ് വരുന്നത്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഒരു ബൂട്ട് തുറക്കാൻ ഒരു ലോക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മേളിൽ നമുക്കൊരു ബ്രേക്ക് ലൈറ്റ് ടോപ്പിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളും നോക്കാമെങ്കിൽ പഴയ ആൾട്ടോയേക്കാൾ നല്ല വലിപ്പത്തിലുള്ള ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. 214 ലിറ്ററാണ് ഇതിന്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളും വരുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് സീറ്റ് ഹോൾഡ് ചെയ്യാവുന്ന ടൈപ്പാണ്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ബൂട്ട് സ്പേസും കാര്യങ്ങളും കിട്ടും. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് നമുക്ക് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് പുറമേ ഉള്ള ഡിസൈനും കാര്യങ്ങളും ഒക്കെ. നമുക്കിനി ഉള്ളിലോട്ട് കയറിയിട്ട് ഇന്റീരിയറും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. കയറുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് നല്ല ഹെഡ് റൂം ഉണ്ട്. അതുപോലെ തന്നെ നല്ല കുഷനിങ് ഉള്ളൊരു സീറ്റും കാര്യങ്ങളാണ് വരുന്നത്. നല്ല ടൈപ്പ് സപ്പോർട്ടുള്ള ഒരു സീറ്റും കാര്യങ്ങളുമാണ് വരുന്നത്. പിന്നെ നമുക്ക് സ്റ്റിയറിങ് നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ സ്റ്റിയറിംഗ് ആണ്. ഇതിൻ്റെ അത് സ്വിച്ചസും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. ഇത് VXA ആണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് അല്ല. നമുക്ക് ഇതിൻ്റെ അത് ഒരു വേരിയന്റിനും വരുന്നില്ല അഡ്ജസ്റ്റിങ് ഉള്ളതായിട്ടുള്ള സ്റ്റിയറിങ്ങും കാര്യങ്ങളും. പിന്നെ നമുക്ക് മീറ്റർ നോക്കാമെങ്കിൽ ഒരു ചെറിയൊരു ഡിജിറ്റൽ മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം വലിയ വലിപ്പമൊന്നുമില്ല. എല്ലാം നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് അറിയാവുന്ന കൊടുത്തിട്ടുമുണ്ട്. അത് ചെറിയൊരു കൺട്രോളിങ് ചെയ്യാനൊരു ജസ്റ്റ് ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ AC വെൻ്റൊക്കെ ഒരു നോർമൽ ടൈപ്പിലാണ് AC വെൻ്റും കാര്യങ്ങൾ കൊടുത്തിട്ട് ഫ്രണ്ടിൽ 4 AC വെൻ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സ്മാർട്ട് പ്ലേ ഡോക്ക് എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് വരുന്നത്. നമുക്ക് ESA+ വരുന്നത് സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് വരുന്നത്.
അപ്പോൾ നമുക്കിത് അത്യാവശ്യം കൺട്രോളിങ് കാര്യങ്ങളും ഉണ്ട്, നമുക്കെല്ലാം സാധിക്കുന്നുണ്ട്, അറിയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഡോർ പവർ വിൻഡോയുടെ സ്വിച്ചസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ മാത്രമേ നമുക്ക് സ്വിച്ചസും കാര്യങ്ങളും വരുന്നുള്ളൂ പവർ വിൻഡോ. ബാക്കി നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന വിൻഡോയും കാര്യങ്ങളുമാണ് വരുന്നത്. അതുപോലെ തൊട്ട് താഴെയായിട്ട് നമുക്ക് AC കൺട്രോളിങ്ങും എല്ലാ ഒരു സ്വിച്ചസും കാര്യങ്ങളും കാണാം. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു 12 വോൾട്ടിൻ്റെ USB ചാർജിങ് പോർട്ട് കാണാം. അതുപോലെ ചെറിയൊരു സ്പേസ് ആയിട്ട് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ഇത് മാനുവൽ ഗിയർ ആണ് വരുന്നത്, ഒരു ഗിയർ പെഡൽ. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് നമുക്കൊരു ഹാൻഡ് ബ്രേക്ക് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഫ്ലോ ബോക്സും കാര്യങ്ങളും ഒക്കെ സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഇന്റീരിയറും കാര്യങ്ങളുമാണ് വരുന്നത്. ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതേ മിററും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഓട്ടോ ഡിം അല്ല നമ്മുടെ ഇവിടുത്തെ മിററും കാര്യങ്ങളും, നോർമലി ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഡോറിൻ്റെ സൈഡിലോട്ട് നോക്കാമെങ്കിൽ ഒരു കപ്പ് ഹോൾഡറൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അകത്തുനിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മിററും കാര്യങ്ങളുമാണ്. അത് പക്ഷേങ്കിൽ ഓട്ടോമാറ്റിക് അല്ല, മാനുവലി ചെയ്യണം. നമുക്കിതിനകത്ത് സീറ്റ് കാര്യങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹെഡ് റെസ്റ്റ് ഇത് ഫിക്സ്ഡ് ആണ്, നമുക്കത് സെപ്പറേറ്റ് അല്ല വരുന്നത്. അത്യാവശ്യം നല്ല ഒരു സീറ്റിങ്ങും കുഷനിങ് ഉള്ള ഒരു സീറ്റിങ്ങും കാര്യങ്ങളും തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിലോട്ട് പോയിട്ട് ബാക്കിലെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ബാഗ് നമുക്ക് അത്യാവശ്യം, ഞാൻ ബാഗ് ഫ്രണ്ട് സീറ്റ് നമ്മൾ കുറച്ച് ബാക്കിലോട്ട് ഇറക്കിയിട്ടാണ്, അന്നെങ്കിലും നമുക്ക് നല്ല ഒരു സ്പേസ് കാണാം. നല്ല അത്യാവശ്യം നല്ല സ്പേസ് ആണ്, കാരണം നമുക്ക് നല്ല ഹെഡ് റൂമും കാണാം. അപ്പം എന്തുകൊണ്ടും നല്ലൊരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വാഹനമെന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം കേട്ടോ. പഴയ വാഹനത്തിൽ നിന്ന് നല്ലൊരു അത്യാവശ്യം അകത്ത് നല്ല സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നല്ല അത്യാവശ്യം തൈ സപ്പോർട്ടും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലെ സീറ്റിന് നമുക്ക് ഹെഡ് റെസ്റ്റ് ഇല്ല എന്നുള്ളൊരു ചെറിയൊരു പോരായ്മയുണ്ട്, എങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം ഒരു 3 പേർക്ക് ബാക്കിലും ഇരുന്ന് യാത്ര ചെയ്യാവുന്ന ഒരു വണ്ടി തന്നെയാണ് ആൾട്ടോ K10 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ എഞ്ചിൻ റൂമിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് 998 cc ഒരു എഞ്ചിനാണ് വന്നിരിക്കുന്നത്. മാക്സിമം ഇതിനകത്ത് പവർ വരുന്നത് 49 കിലോവാട്ട് അറ്റ് 5500 RPM-ലും, അതുപോലെ മാക്സിമം ടോർക്ക് വരുന്നത് 89 ന്യൂട്ടൺ മീറ്റർ അറ്റ് 3500 RPM-ലുമാണ്. പിന്നെ നമുക്കിതിന്റെ വീൽ ടേണിംഗ് റേഡിയസ് നോക്കാമെങ്കിൽ 4.5 mm ആണ് വരുന്നത്. അതുപോലെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി നോക്കാമെങ്കിൽ 27 ലിറ്ററിന്റെ ഒരു ഫ്യൂൽ ടാങ്ക് ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. വീൽ ബേസ് നോക്കാമെങ്കിൽ 2380 mm ആണ് ഇതിന്റെ വീൽ ബേസ് വരുന്നത്. ലെങ്ത് വരുന്നത് 3530, അതുപോലെ വിത്ത് വരുന്നത് 1490, ഹൈറ്റ് വരുന്നത് 1520. നമ്മളിന്ന് നിൽക്കുന്നത് കഴിഞ്ഞാൽ കോന്നി ഇൻഡസ് മോട്ടോഴ്സിലാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ്, നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെയാണ്, അഖിൽ എന്നാണ് പേര്. അപ്പോൾ പുള്ളിക്കാരനോട് നമുക്ക് ഇതിന്റെ കൂടുതൽ സ്പെക്കും കാര്യങ്ങളും, അല്ലെ വിലയും, അതുപോലെ കളർ വേരിയന്റും, ഇതിന് എത്ര വേരിയന്റ് ഉണ്ട് എന്നെല്ലാം നമുക്ക് പുള്ളിയെ വിളിച്ചിട്ട് നമുക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഈ ആൾട്ടോ K10 വരുന്നത് എത്ര വേരിയന്റ് വരുന്നുണ്ട്? മൊത്തം 4 വേരിയന്റ് വരുന്നുണ്ട്. അതിലെ ഫസ്റ്റ് വേരിയന്റ് സ്റ്റാൻഡേർഡ് വരും, അത് കഴിഞ്ഞ് LXI വരും, പിന്നെ VXI പ്ലസ് വരും. അപ്പോൾ നമുക്ക് ഇതിന്റെ മൈലേജും കാര്യങ്ങളും ഒന്ന് പറയാം. മൈലേജ് വരുന്നത് മാനുവൽ ആകുമ്പോൾ 24 വരുന്നുണ്ട്. AGS മോഡൽ വരുമ്പം 25 അടുത്ത് മൈലേജ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഇതില് LXI വേരിയന്റ് വരുവാണെങ്കിൽ 543 അടുത്ത് വരും. അതുപോലെ തന്നെ VXI ആകുമ്പം 563, പിന്നെ VXI പ്ലസ് വരുമ്പോൾ 613, 6 വരും. ഓൺ റോഡ് പ്രൈസ് ആണേ പറയുന്നത്. അപ്പം പിന്നെ ഇതിന്റെ കളർ വേരിയന്റ് വരുമ്പം റെഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്രേ വരുന്നുണ്ട്, സിൽവർ ഉണ്ട്, പിന്നെ വൈറ്റ്, ഗോൾഡ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അഖിലിന്റെ നമ്പർ കൊടുത്തേക്കാം, അഖിലിനെ തന്നെ വിളിച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് മച്ചാന്മാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓൾ ആക്കിയിടുക. ഞാൻ തുടർന്നിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എത്തിച്ചേരുന്നതാണ്. അപ്പം ഇന്ന് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഗുഡ് ബൈ.